പഴവും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കുക. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാനും അടിപൊളിയാണ് കേട്ടോ. നല്ല പഴുത്ത കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിയാതെ വേസ്റ്റാക്കി കളയുന്നതിന് പകരം ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പഴത്തിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടി ഇല്ലെങ്കിൽ ഏലക്കായ ഒരു 2 ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബ്രെഡും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്പം നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇനി പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആവും. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കത്തിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ പഴം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലുള്ള ഈസി സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്